വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റൈസ് റെസിപ്പി ആയിട്ടാണ്. പ്രഷർ കുക്കർ യൂസ് ചെയ്ത് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ചൈനീസ് ചിക്കൻ റൈസാണ് ഇന്ന് കാണിക്കുന്നത്. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. 1/2 കപ്പ് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സോയ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ സോയ സോസിൽ ഉപ്പുള്ളത് കാരണം ഉപ്പിട്ടിട്ടില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. ആ ടൈമിൽ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് പകരം ജിഞ്ചറും ഗാർലിക്കും ചെറുതായിട്ട് ചോപ്പ് ചെയ്തും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്ത് അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ കളറ് മാറുന്നവരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ കളറെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഏകദേശം 1 മിനിറ്റ് മാത്രം വഴറ്റി കൊടുത്താൽ മതിയാവും. നെക്സ്റ്റ് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. എല്ലാം നീളത്തിനൊന്ന് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ക്യാരറ്റ് കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതും 1 മിനിറ്റ് മാത്രം വഴറ്റി കൊടുത്താൽ മതി. നെക്സ്റ്റ് ഇതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അതുകൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് ക്യാബേജസ് ആഡ് ചെയ്യാം, ബീൻസ് ആഡ് ചെയ്യാം, ഗ്രീൻ പീസ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് സോസസ് ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ സോയ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സോയ സോസ് ലൈറ്റാണ് എടുത്തിരിക്കുന്നത്, അതാണ് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തത്. ഡാർക്ക് ആണെങ്കിൽ 1/2 ആഡ് ചെയ്താൽ മതി. അതുകൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വിനീഗർ കൂടെ ആഡ് ചെയ്തിരുന്നു. ആ ക്ലിപ്പ് എൻ്റെ ഇത് മിസ്സായിപ്പോയി. അതുകൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് 2 കപ്പ് ബസ്മതി റൈസാണ് ആഡ് ചെയ്യുന്നത്. ബസ്മതി റൈസ് നന്നായിട്ട് കഴുകി 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് ഊറ്റിയെടുത്ത റൈസാണ്. അതുകൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ റൈസ് പ്രഷർ കുക്കറിലോട്ട് മാറ്റുന്നുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. തിളച്ച വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. 2 കപ്പ് റൈസിന് 3/4 കപ്പ് വെള്ളം മതിയാവും. ഈ വെള്ളത്തിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 1 വിസിൽ വന്നാൽ മതിയാവും. പ്രഷർ കുക്കറിലെ സ്റ്റീമെല്ലാം പോയതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. റൈസെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതൊരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റൈസ് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. ഈ റൈസ് നിങ്ങൾക്ക് ചില്ലി ചിക്കൻ്റെ കൂടെയൊക്കെ ഒന്ന് ട്രൈ ആവുന്നതാണ്. ഫ്രൈഡ് റൈസിന് പകരം എന്തായിരുന്നാലും ഒരു തവണ നിങ്ങൾ ഈ റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫ്രൈഡ് റൈസ് കുക്ക് ചെയ്യാൻ അത്രയും ടൈം എടുക്കത്തില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.